90+ My Tuition App 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. Welcome to yet another beautiful episode of Star Magic, powered by Eastern, Yamaha, Ulsaf, Bonanza and Oreo. ഇന്നത്തെ ഈ ഒരു അങ്കത്തട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാർ മാജിക്കിന്റെ അങ്കത്തട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി അംഗം വെട്ടാനായിട്ട് രണ്ട് ടീംസിനെ വെൽക്കം ചെയ്യട്ടെ. So let's welcome the entire team to Star Magic. നിങ്ങളോട് എനിക്ക് എന്തൊരു പറഞ്ഞിട്ടില്ലല്ലോ. ഞാനങ്ങനെ അധികം പ്രകടിപ്പിക്കില്ല. കാരണം എന്താ അറിയോ, എപ്പോഴും അവര് പറയാറുണ്ട് ഈ 2 കിലോമീറ്റർ അറ്റം മുതൽ ഏറ്റം വരെ ഡാൻസ് ചെയ്ത് നിങ്ങൾക്ക് വയ്യാണ്ടായി. അപ്പൊ ഞാൻ 2 ഫ്ലൈ ഓവർ അപ്പുറത്തും ഇപ്പുറത്തും പിടിപ്പിക്കാന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റെപ്പ് ഒക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് പുതിയ സെറ്റ് എങ്ങനെയുണ്ട്? മറ്റാണെങ്കിൽ എത്ര താളത്തിലായിരുന്നു ഇത് സ്റ്റെപ്പ് ഇറങ്ങി വന്നെ ഊപ്പാട്. ഇത്ര നാളും സ്റ്റെപ്പ് ഇല്ലാണ്ട് നടന്നു വരുന്നതായിരുന്നു ഇവർക്കൊരു പ്രശ്നം. അപ്പൊ ഒരു സ്റ്റെപ്പ് ഇട്ട് കൊടുത്തപ്പോ മൊത്തം അതിനേക്കാളും തല്ലിപ്പൊളി സ്റ്റെപ്സ് ആയിട്ടായിരുന്നു. അല്ല, അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് സ്റ്റെപ്പ് തെറ്റിച്ച് സ്വാസികയൊക്കെ വരുമ്പോ ഡാൻസ് ഭയങ്കര രസം. സ്വാസിക എന്തോ ആയിക്കോട്ടെ, അത് ശ്വാസമില്ലാത്തോണ്ടാണ് സ്വാസിക പോയത്. സ്വാസിക നിൽക്കുമ്പം കളിക്കാൻ കറക്റ്റാ. പക്ഷെ എനിക്ക് അനു വന്നപ്പോ ഭയങ്കര പേടിയായിരുന്നു. അനു കിടുക്കിക്കളാൻ അതാണ്. താളബോധം ഇല്ലാന്നുള്ളൊരു മുൻധാരണ ഉണ്ടോ? അനു അസലായിട്ട് ഡാൻസ് ചെയ്യും. ആരാണ് കൂട്ടത്തിൽ ഒരു LKG കുട്ടി വന്നിട്ടുണ്ടല്ലോ? ഈ കുട്ടിയല്ലേ? ഈ കുട്ടി ഇപ്പൊ നമ്മുടെ ഫാമിലിയിലുണ്ട്. ഈ ഫാമിലിയിൽ നിന്ന് ഇടയ്ക്ക് മുങ്ങി ഇപ്പൊ പൊങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞുവാവ ഉണ്ടല്ലോ. ഇത് ആരത്? അമൃതയാ. മൊത്തത്തിൽ ചേഞ്ച് ആയല്ലോ. ഒരു മേക്ക് ഓവർ കൊണ്ടുവന്നതാണ്. ഓവറായി പോയിട്ട് അല്ലെ മേക്ക് ഓവർ കൊണ്ടുവന്ന എങ്ങനെ കവറിലാണ് കൊണ്ടുവന്നത്? നല്ല രസമായിട്ട് ഒന്നും കൂടെ കുഞ്ഞു കുട്ടിയായി, ഒന്നും കൂടെ ക്യൂട്ടായിട്ട്. കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ സ്റ്റാർ മാജിക്കിലേക്ക് വരണേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അമൃതയും അവരവരെയൊക്കെ പറഞ്ഞു കുഞ്ഞു കുട്ടി കോസ്റ്റ്യൂമുകളും. പക്ഷെ ഞങ്ങളുടെ ചെക്കൻ റെഡ് ഷൂവും റെഡ് ടീഷർട്ടും ഒരു 10 വയസ്സ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഡ്രസ്സിംഗ് സെൻസ് തങ്കുന്റെ ആ ഒരു മാച്ചിനൊക്കെ സംഘടിപ്പിച്ച പുള്ളി വരണ കണ്ടോ. തങ്കു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് ഒക്കെ വെച്ചിട്ട് ഇത്തവണ വന്നേ. കഴിഞ്ഞ ക്ലീൻ ഷേവ് ആയിരുന്നു അല്ലേ? അതല്ല, നമുക്ക് എപ്പിസോഡിനനുസരിച്ച് എങ്ങനെ നമുക്ക് ബുൾഗാന്റെ ആവശ്യം വരുമ്പോൾ ബുൾഗാൻ, മീശ എടുക്കേണ്ട ആവശ്യം വരുമ്പോ മീശ, താടി എടുക്കേണ്ട ആവശ്യം വരുമ്പോ താടി. ഇപ്പൊ ഞാൻ ഫ്ലവേഴ്സിനെ കൊടുത്തേക്കാണ് മീശയും താടിയല്ല മൊത്തം. ഇതുപോലത്തെ ഒരു പാന്റ് നിന്റെ എൻട്രിക്ക് റീ എൻട്രിക്ക് നീട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് നീ റീ എൻട്രിക്ക് വന്നപ്പോ ഇങ്ങനെ വരെയുള്ള പാന്റ് എന്താണ്? തങ്കു ചേട്ടനോട് പറഞ്ഞു വരുമ്പോ നെക്സ്റ്റ് ടൈം വരുമ്പോ കുറച്ച് കളർഫുൾ ആയിട്ട് വരണം. കാരണം ഞങ്ങൾ കുറെ നാളെല്ലാം കണ്ടിട്ട്, കുറെ നാളായി ഞാൻ തങ്കു ചേട്ടൻ നേരിട്ട് കണ്ടിട്ട്. എല്ലാരും കള്ളം പറയണല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അനു ഇതുപോലെ ആ ചേട്ടൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ് ഇട്ടുണ്ടെന്ന്. ഇപ്പൊ ഇതെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്തുള്ള പരിപാടിയാണ്. എന്തായാലും ഞാൻ ഇനി ഒരാളെ വന്നേ, തമ്പുരുക്കുട്ടി വന്നേ. കഴിഞ്ഞവണ പറഞ്ഞിട്ട് പോയതാണ്. എന്റെ മാമന്റെ ഇതുപോലത്തെ ഒരു നിക്കറുണ്ട്. ശരി, കഴിഞ്ഞവണ തമ്പുരുക്കുട്ടി പറഞ്ഞിട്ട് പോയി, ചേച്ചി ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ ഷെഡ്യൂൾ ബ്രേക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ മിസ് ചെയ്യോ, എനിക്ക് കുറെ മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും തമ്പുരു വന്നിരിക്കുക. തമ്പുരു എന്തോ അതായത് സീരിയലിലല്ലാണ്ട് സ്റ്റാർ മാജിക്കിലെ തമ്പുരുവിനെ കണ്ടിട്ട് എന്തൊക്കെയായിരുന്നു ഫീഡ്ബാക്സ്? ഒരുപാട് സന്തോഷം എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം. ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റാർ മാജിക് ഒക്കെ ഞാനും ഫാമിലിയിൽ ഫുൾ ആൾക്കാർ കാണും, ചേട്ടന്മാരും എല്ലാവരും കാണും. അത് കണ്ടിട്ട് മിസ് ചെയ്യാണ്ട് ഞാൻ കാണും. എനിക്ക് വാനമ്പാടി ഇല്ലാത്ത സമയത്ത് മക്കൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണ്? തങ്കു ചേട്ടനെ.
ഇത് മോഹൻ സാറിന്റെ അല്ലല്ല വേറെ അതെ 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 മോഹൻ സാർ അപ്പൊ കുറച്ച് പോയിന്റ്സ് പറയാനുണ്ട് കേക്കൂ. അതെ അപ്പോൾ സ്റ്റാർ മാജിക് കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇളയ ചേട്ടനും ചോദിച്ചിരുന്നു എന്തേ നിന്നെ വിളിച്ചില്ല, വിളിക്കുമായിരിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു വിളിക്കുമായിരിക്കും ഏട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ പിന്നെ ഇവിടെ വന്നു, എനിക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാവരും ഗെയിമൊക്കെ കളിച്ചു. ഇത് കണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് കാണാൻ വേണ്ടിയിരുന്നപ്പോൾ ഒരുപാട് ലൈവിൽ പോയാലും എവിടെ പോയാലും സ്റ്റാർ മാജിക്കിൽ ഞാൻ കണ്ടിരുന്നു, നല്ല രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട്. Okay, അപ്പൊ വീണ്ടും എന്നെ വിളിച്ചതിൽ താങ്ക് യു സോ മച്ച്. വാനമ്പാടി മറന്നോളാം. ആനമ്പാടി പോയി. അല്ല എന്നാലും മറന്നോളാം. അതിന്റെ മറ്റേ ഇതില്ലേ പക്ഷെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, 3.5 വർഷമായി. ആയി അപ്പൊ ഇനി സ്റ്റാർ മാജിക് കിടക്കല്ലേ അല്ലേ? പിന്നെ കിടക്കല്ലേ, കടൽ പോലെ കിടക്കല്ലേ. തമ്പുരുക്കുട്ടി ഇതാ ഇന്ന് നമ്മുടെ സ്റ്റാർ മാജിക്കിലുണ്ട്. സോ ഇന്ന് ഇതാ കോമ്പറ്റ് ചെയ്യാൻ പോണ ടീം മെമ്പേഴ്സിനെ ഒക്കെ നമ്മൾ കണ്ടല്ലോ അല്ലേ? ഞങ്ങൾ ഹലോ ശക്തരാ. മാഡം, എവിടെയാണിത്? ഇടയ്ക്ക് പൊങ്ങും ഇടയ്ക്ക് പൊങ്ങും. ഇത് എവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് പോണേ? ഷൂട്ട് സീരിയലിന്റെ ഷൂട്ട്. ഭയങ്കര ഡേറ്റ് ക്ലാഷസ് ആണ് കേട്ടോ കുട്ടിക്ക്. അങ്ങനെയൊന്നുമില്ല. ഇനി ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഉണ്ടാവും. ഓൾറൈറ്റ്. അനു, ഇത് എന്താ പോക്കറ്റിൽ ചെലന്തി വലയോ? മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അത് വന്നപ്പോഴേ പറയുന്നുണ്ടായിരുന്നു അനുചേച്ചി, അയ്യോ തുന്നിയത് താഴെ കിടക്കണോ ഒന്ന് മുകളിൽ കിടക്കണോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുചേച്ചി. അങ്ങനെ ഒരു പ്രശ്നം എവിടേക്കോ ഒരു ടിൻഡ് മോളുടെ ഒരു ചായ ഉണ്ടോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. രണ്ട് ഇതൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. തോന്നുന്നുണ്ട്. ആ. നമുക്ക് എല്ലാവരും അതിന് ഭയങ്കര സീരിയസ് ആണോ? ഞങ്ങൾ 2 കൊമ്പൊക്കെ കെട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ വായിന്നൊരു പൊട്ടത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ മണി പോലെ എണ്ണേണ്ടി വരുന്നുള്ള ഒരു ചാലഞ്ചാണ് അനു വെച്ചിട്ടുള്ളത്. ഈ പറയാനുള്ള ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ചില ആൾക്കാർ പറയുന്നില്ല. അതാണ് ഞാൻ അങ്ങനെയൊന്നുമല്ല. തങ്കു, ഞാൻ വിശേഷം പറഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങുള്ളൂ. തങ്കു പറയാം. തങ്കു അല്ല ഇങ്ങോട്ട് പറയട്ടെ. തങ്കു അല്ലേ പറഞ്ഞ ഒരുപാട് വിശേഷങ്ങൾ പറയാണ്ടെന്ന്. തങ്കു പറ. എന്നെ പറ്റി പറയട്ടെ. തങ്കുവിനെ കുറിച്ച് 2 വാക്ക് പറ. ഏ? അല്ല അവിടെ മാത്രം പറ്റി പറഞ്ഞു. തങ്കുവിനെ കുറിച്ച് 2 വാക്ക്. ശരി, അതായത് സീരിയസ് ആയിട്ട് കേട്ടോ. ഇത് ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കും. അത് ഞാനും തങ്കച്ചേട്ടൻ നിങ്ങളുടെ ഒന്നും സീരിയസ് അല്ല, പക്ഷെ എന്റെ അടുത്ത് ഭയങ്കര സീരിയസ് ആണ്. അത് പറഞ്ഞപ്പോ തങ്കു സീരിയസ് ആയി. അടുത്ത് പിന്നെന്ന് വെച്ചാല് നിങ്ങളുടെയൊക്കെ മുന്നിൽ ഭയങ്കര കട്ട ജാടായിട്ടാണ് നിൽക്കുന്നത്. അതൊക്കെ ഫുൾ അഭിനയമാണ്, ആരും വിശ്വസിക്കരുത്. ശരിക്കുള്ള തങ്കച്ചൻ ഇതിന് എങ്ങനെയാണ്? ശരിക്കുള്ള തങ്കച്ചെതിരെ ഞാൻ അവിടെ ഒന്ന് കാണണം, അപ്പോഴറിയാം. അവിടെ എങ്ങനെയാണ് ഇത്? കുതിരയില് വന്ന് കാണണം. അതെ, അതാണ് എങ്ങനെയാണ് അതിപ്പം എങ്ങനെ കാണിക്കുക? ഇപ്പൊ ഞാൻ തങ്കച്ചേട്ടൻ, ഇതാണ് അനുക്കുട്ടി, തങ്കച്ചേട്ടന്റെ ഒരു ഫ്രണ്ട്. അനുക്കുട്ടി. നോ. നിങ്ങളുടെ തങ്കച്ചേട്ടൻ എങ്ങനെയാണ്? കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് എങ്ങനെയാ അടുത്ത് നമുക്ക് എങ്ങനെ സ്കിറ്റാണോ കയറുന്നത്? അങ്ങനെയല്ലേ സംസാരിക്കുന്നത്? എന്റെ സംസാരിക്കുന്നത് എങ്ങനെയാ കാണിച്ചു തരാവേ. എടി പിന്നെ ഇങ്ങോട്ട് വന്ന് കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയട്ടെ. എടി പിന്നെ നീ അന്ന് ഞാൻ ആരാണെന്നപ്പോ നിന്നെ കണ്ടില്ലായിരുന്നു. നീ ഇവിടെ പോയിരുന്നേ? നീ വിളിച്ചപ്പോ നീ ഫോൺ കൊടുത്തില്ല. നീ ഇവിടെ പോയിരുന്നേ? ഞാൻ ഒരു ഫോട്ടോ ഷൂട്ടായിരുന്നു. ഫോട്ടോ നിന്റെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഈ ഫോട്ടോഷൂട്ടൊന്നും പോവല്ലോ. നിനക്ക് ഇഷ്ടമല്ല, നിനക്ക് അറിഞ്ഞൂടെ? നീ കണ്ട ഫോട്ടോഗ്രാഫറുടെ മുന്നിൽ പോയി ഫോട്ടോ പോസ് ഇങ്ങനെയൊക്കെ നിന്ന് കൊടുക്കുന്നത്. എനിക്ക് ജീവിക്കാൻ പറ്റട്ടെ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടണം. ആ ശരി. ലൈക്ക് വേണം എനിക്ക്. ഡെയിലി 25,000 ലൈക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് അമ്മ അച്ഛനും കൊല്ലും. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ലൈക്ക് വേണം. ആണോ? പിന്നെ ഒരു കാര്യം, നീ ആരും പറയുന്നത് വേണ്ട. ആ ഫോട്ടോഗ്രാഫർ എന്നെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തന്നെ. എനിക്കും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം. ഇല്ല, അതിൽ എന്റെ മുഖം മാത്രമേ പതിയുള്ളൂ. നീ ഒന്ന് പറഞ്ഞ് സെറ്റാക്കിച്ചാ. ഇല്ല, പറ്റൂല. പറഞ്ഞ് സെറ്റാക്കി ഇത് നീ ആരും പറയുകയും ചെയ്യരുത്. തങ്കച്ച, ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? ഇതിലൊന്നും മൈൻഡ് ചെയ്യാൻ പോയി. ഇപ്പൊ ഒന്നും അറിയില്ലേ, തങ്കച്ചേട്ടൻ പറഞ്ഞിട്ടാണ് ഈ പേന്റിടാൻ പറഞ്ഞത്. അപ്പൊ നമ്മളങ്ങ് നിന്ന് കൊടുക്കുന്നത്. അങ്ങനെ ആയിക്കോട്ടെ. ഓ, അതിൽ പിടിച്ചൊക്കെ കേറാം. അങ്ങനെയല്ല, അങ്ങനെ. ആ ഒരു സൈഡിൽ കൂടെ. അങ്ങനെയല്ല, അങ്ങനെ. അല്ലേ? സത്യമല്ലേ ഇത്? സത്യമല്ലേ? വേറൊന്നും പറയാനില്ല. അതാണ് ഒന്ന് പറയാം. അപ്പളേ ഇനി നമുക്ക് കള്ളമാണ് മകളെ. കാരണം കേട്ടോ? നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിലേക്ക് ഒരു സ്പെഷ്യൽ ഫാമിലി മെമ്പർ, ഒരു ഗസ്റ്റും കൂടെ ജോയിൻ ചെയ്യാൻ പോവാണ്. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഒരു ബാലതാരമായിട്ട് വന്ന് ഒറ്റ ക്ലൂ മതി ഈ ആർട്ടിസ്റ്റ് ആരാണ് എന്ന് മനസ്സിലാക്കാനായിട്ട്. മോഹൻലാൽ എന്ന മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ജൂനിയർ മഞ്ജു വാര്യറായിട്ട് എനാക്ട് ചെയ്ത ഏകദേശം മനസ്സിലായില്ലേ? യെസ്, സോ ലെറ്റ്സ് വെൽക്കം കൃതിക ടു സ്റ്റാർ മാജിക്. അങ്ങനെ എല്ലാരും ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കുട്ടികൾ എത്തിയിരിക്കുകയാണ്.
പലരും കൃതിക എന്ന് പറയാറുണ്ട്. അവിടെയൊക്കെ കുട്ടി തിരുത്താറുണ്ട്. ശരിക്കുള്ള കുട്ടിയുടെ പേര് ക്രിട്ടിക്ക എന്നാണ്. അച്ഛനും അമ്മയ്ക്ക് അത്രയും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു. ക്രിട്ടിക്ക ദേവിയുടെ പേരാണ് ആക്ച്വലി. സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഭാര്യയുടെ വേറൊരു പേരാണ് ക്രിട്ടിക്ക. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അറിയായിരുന്നു? എത്ര ആൾക്കാർക്ക് അറിയായിരുന്നു? പിന്നെ ഒരു ആയുധത്തിന്റെ കൂടി പേരാട്ടോ ക്രിട്ടിക്ക. അതെ. വീട്ടിലിരിക്കുന്ന ചേട്ടന്മാർക്കും അതുപോലെ തന്നെ ചേച്ചിമാർക്കും ദെൻ ചോട്ടാ പീസ് അമ്മമാർക്കൊക്കെ ഒരു പക്ഷേ ഫെമിലിയർ തന്നെയായിരിക്കും നമ്മുടെ ക്രിട്ടിക്ക. മോഹൻലാൽ എന്ന് പറഞ്ഞ ഒറ്റൊരു മൂവി മതി അല്ലേ? ശരിക്കും നമ്മുടെ മഞ്ജു ചേച്ചിയുടെ കുട്ടിക്കാലം ചെയ്യാന്ന് പറഞ്ഞത് വലിയൊരു ഭാഗ്യമാണ് അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഫസ്റ്റ് സ്ക്രീനിൽ വരണം എത്ര വയസ്സിലാ? 60 പഠിക്കുമ്പോഴാണ് ഞാൻ വരുന്നത്. 12 വയസ്സില്. ഇപ്പൊ എത്ര വയസ്സായി? എന്താ ചെയ്യണേ? വയസ്സ് പറയണോ? ഇപ്പൊ +2 കഴിഞ്ഞു. പാസ്പോർട്ട് കോപ്പി സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോണ്ടല്ലോ ചില എന്താ പറയാ അങ്കിൾസ് ആ ഒരു ചിരിയൊക്കെ സമൃദ്ധ സുനിൽ ചെറിയൊരു ചായ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമായിരിക്കും സീരിയസ്ലി. ഞാൻ ചോദിച്ചിട്ടേ, മോഹൻലാൽ മൂവി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയായിരുന്നു ലൈഫിലെ ടേണിംഗ് പോയിന്റ്സ്? കൊറേ പേര് പറഞ്ഞു അടിപൊളിയായിട്ട് സ്പെക്സ് വെക്കുന്ന സീന്. കൊറേ പേര് കുട്ടിക്കാലം അതുപോലെ തന്നെയായിരുന്നു. എന്റെ അത് കഴിഞ്ഞിട്ട് മഞ്ജു ചേച്ചിയോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ അങ്കിൾ ആയാലും എല്ലാവരും കുറേ പേര് പറഞ്ഞിട്ടുണ്ട് മഞ്ജു ചേച്ചിയെ പോലെ തന്നെ ഉണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആ ഗ്ലാസ് വെക്കുന്ന ആ ഒരു സീക്വൻസ് നമുക്കൊന്നും കൂടെ ഇവിടെ എനാക്ട് ചെയ്താലോ? ഓൾ റൈറ്റ്, ഒരു ഗ്ലാസ് പോരട്ടെ. ആ ടീം നവീന്റെ കയ്യിലുണ്ട് ഗ്ലാസ്. നമ്മളെ നവീൻ ഒപ്റ്റിക്കൽസ് ഞങ്ങളുടെ സ്വന്തമാണത്. നവീൻ ഒപ്റ്റിക്കൽസ് വാങ്ങാൻ. ഇതിന്റെ പുത്തൻ റേവൻ ഗ്ലാസ് ഇത് ചവിട്ടി പൊട്ടിച്ചെന്നിട്ട് ഭയങ്കര നാണ് ആ സിനിമയിൽ ഇത്ര നാണല്ലേ? അതെ, ഭയങ്കര നാണായി പോയി. ശരി, അപ്പൊ ഇതിലും സ്റ്റാർ മാജിക് ഫ്ലോറിലേക്ക് ക്രിട്ടിക്ക കുട്ടിക്ക് വെൽക്കം. ശരി, അപ്പൊ ബിഗ് സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയൂ, എവിടെയാണ് നാട്? ഇപ്പൊ 12th കഴിഞ്ഞു, ഇനി എന്താ പരിപാടി? ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? തൃശ്ശൂരാണ് വീട്. വീട് ഇപ്പൊ 1 year ആയിട്ട് ഞാൻ തൃശ്ശൂർക്ക് മാറി, വിമല കോളേജിന്റെ അടുത്ത്. വീട്ടിൽ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അച്ഛനുണ്ട്. ചേച്ചി എയറോനോട്ടിക്കൽ എഞ്ചിനീയർ, ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. പിന്നെ അച്ഛൻ ഡിജിറ്റൽ മീഡിയയിൽ വർക്ക് ചെയ്യാണ്. അമ്മ ഹൗസ് വൈഫ്. എന്റെ കൂടെ എല്ലാ സ്ഥലത്തും എന്റെ അമ്മ. ശരി, ഓക്കെ. ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചു കേട്ടിട്ടുള്ളതാണ്, എനിക്ക് ശരിയാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അതായത് ക്രിട്ടിക്ക കുട്ടി, അതായത് അച്ഛനും അമ്മയ്ക്കും ക്രിട്ടിക്ക ഉണ്ടായ ആ ഒരു സമയത്ത് ഫസ്റ്റ് അവരുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അതിനുശേഷം വാവ സംസാരിക്കില്ലായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം സംസാരിച്ചു തുടങ്ങി. അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ എത്ര വയസ്സ് വരെ? ഒരു 6 വയസ്സ് വരെ. പിന്നെ അതിന് ശേഷം അമ്മ ഇങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി ഭയങ്കര നേർച്ചയൊക്കെ. പിന്നെ അങ്ങനെ എന്നെ വെങ്കടേശ മാഷിന്റെ അടുത്ത് പാട്ട് പഠിപ്പിക്കാൻ വിട്ടു. അങ്ങനെയാണ് ലൈക്ക് പാട്ടൊക്കെ പാടി തുടങ്ങിയതും സംസാരിക്കാൻ തുടങ്ങിയതും വാക്കുകളൊക്കെ ക്ലിയർ ആയി തുടങ്ങിയത് അപ്പോഴാണ്. എനിക്ക് മാഷിന്റെ അടുത്ത് പോയിട്ട് ഇപ്പോഴും മാഷ് പഠിപ്പിക്കുന്ന ആ ക്ലാസ് ഒക്കെ ഓർക്കുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരണ ഒരു പാട്ടുണ്ടാവില്ലേ? മാഷിപ്പില്ല. ഇപ്പൊ ഞാൻ വാമൻ നമ്പി സാറിന്റെ അടുത്താണ്. ഇപ്പൊ കാണാറില്ല, കുറെ ബ്രേക്ക് ആയി സിനിമയൊക്കെ വന്നപ്പോ. പക്ഷെ എന്നാലും പാട്ടൊക്കെ പാടുമ്പോഴും മാഷിനെ ഓർക്കും. കാരണം മാഷിനെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ വാക്കുകൾ സ രി ഗ മ ഓരോ വാക്കുകൾ ക്ലിയർ ആയിട്ട് പറയാനും പഠിപ്പിക്കാനും എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ മാഷിനെ ഓർത്തുകൊണ്ട്, അതായത് സംസാരിക്കാൻ നമ്മളെ അഭ്യസിച്ച് അല്ലെങ്കിൽ കൈ പിടിച്ച് കൊണ്ടുവന്ന മാഷിനെ ആലോചിച്ചുകൊണ്ട് മാഷിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 വരി പാടുകയല്ലേ? യെസ്. దసని పని దగమ పాప గమ పని ని సా సా పని సరి పమ గ గ మా పాప మరి ని పని మారి ని ధ గమ పాప మ పని ని పని సరి ఆ మైనాగం ചിരകൊള്ള മേഘങ്ങളോ
സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി അടിപൊളി അടിപൊളി. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഓക്കെ കണ്ടുപടി. ഇതാ പാട്ടാ എന്റെ പൊന്നാളിയാ പോയി. ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പാട്ട് പഠിപ്പിക്കല എന്റെ പൊന്നപ്പ ഇപ്പഴേ സഹിക്കാൻ വയ്യ. കുട്ടിക്ക് ഒരു വലിയ കൈഡ് നമ്മൾ കൊടുക്കുകയാണ്. ശരിക്കും മാഷ്ക്കുള്ള ഒരു ദക്ഷിണയായിരുന്നു. ഇപ്പൊ നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ തുടക്കത്തിൽ തന്നെ അന്ന് സംസാരിക്കാതിരുന്ന 6 വയസ്സ് വരെ സംസാരിക്കാതിരുന്ന കുട്ടിയാണ് ഇത്രയും ഫീലിൽ പാടിയത്. ഒരുപാട് ഇഷ്ടമായി. ഒരു വലിയ കൈഡിയും ഒരു വലിയൊരു ചക്കര ഹാപ്പിയും തരട്ടെ. ലക്ഷ്മി ശരിക്കും സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ സുജ കാർത്തിക് അല്ലേ, സുജ ചേച്ചിയുടെ ഓരോ അങ്ങനെയല്ലേ കൊഞ്ചലും കാര്യം. ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോ ശരിക്കും ആക്ട്രസ് സുജ കാർത്തിക അല്ലെ കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. സമൃദ്ധിയായി, മഞ്ജു ചേച്ചിയായി, ഇപ്പൊ സുജ കാർത്തികയായി. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടില്ല. ഇനി അടുത്തത് കൊല്ലം സ്തുതി. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, സ്റ്റാർ മാജിക് കാണാറുണ്ടോ? കാണാറുണ്ട്. ലൈക്ക് വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോ എന്റെ അമ്മ വെക്കും. കാരണം നല്ല രസമാണ് കാണുമ്പോ ചിരിക്കാൻ. എങ്ങനെയാണ് വെക്കണത്? അടുപ്പിലാണോ അതാ നിങ്ങള് കുക്കറിലിട്ടിട്ടാണോ? അത് കാണാൻ എനിക്ക് അനുശേഷിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ഇഷ്ടമാണ് ക്യാരക്ടർ. നല്ല ആക്ടർ വേണോ? ആവണോ? അല്ലെ ഇപ്പൊ മോളിപ്പോ വന്നതല്ലേ ഉള്ളൂ, 2 ഷെഡ്യൂൾ കഴിയട്ടെ. ഒരു മണിക്കൂർ അതാണ് തുടക്കം. അപ്പൊ ഇതിലും സ്റ്റാർ മാജിക്കില് ശരിക്കും നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയ ആളും കൂടെ വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ഫാമിലിയിലേക്ക് മാത്രമേ പുതിയതായിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഓൺ സ്ക്രീൻ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള കൃതിക കുട്ടിയാണ്. സോ കൃതിക അടിച്ചു വിളിക്കല്ലേ നമ്മള്? 2 ബലൂൺ എടുക്കട്ടെ? കഴിഞ്ഞിട്ടല്ലേ? Let's welcome Kritika to Star Magic. ശരി, അപ്പൊ ഇതിലും സ്റ്റാർ മാജിക്കിന്റെ ഷോ അല്ലെങ്കിൽ നമ്മുടെ എപ്പിസോഡ് നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പിന്നിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കോവിഡ് പ്രോട്ടോകോൾസ് എല്ലാം മാനിച്ചുകൊണ്ട് ഇൻ ബിറ്റ്വീൻ റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും മാസ്ക് വെക്കുന്നു, സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കും കൂടെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വ്യക്തി ശുചിത്വമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലേ. കാരണം അത്രയും നമ്മൾ ഈ ഒരു ജേംസിൽ നിന്നും വൈറസിൽ നിന്നൊക്കെ അറ്റാക്ക് ഉണ്ടാവാതിരിക്കാനുള്ളൊരു കാര്യമാണ്. സോ ഈ ഒരു സമയത്ത് ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, വൈറൽ ഓക്സി. ശരിക്കും പറഞ്ഞാൽ ദ മോസ്റ്റ് ഇഫക്റ്റീവ് വൈറസ് ഡിസിൻഫെക്റ്റന്റ് എന്ന് വേണം പറയാനായിട്ട്. അതായത് നമ്മളിപ്പോൾ ഒരുപാട് സാനിറ്റൈസേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, വീട് നമ്മൾ ക്ലീൻ ആക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇത് ഡിസിൻഫെക്റ്റന്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ കമ്പനി ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഈ വാച്ച് വാട്ടർ ഉണ്ടല്ലോ, അവരുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ആണിത്. എന്താ സംഗതി എന്നുണ്ടെങ്കിൽ ഒരു പൗഡർ ഫോമാറ്റിലാണ് നമുക്കിത് അവൈലബിൾ ആയിരിക്കും. അത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും, കുഞ്ഞി സാഷയിൽ നമുക്ക് കിട്ടുമേ. ഇത് നമ്മുടെ വീട്ടിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയൊക്കെയാണോ അണുമുക്തമാക്കേണ്ടത് അവിടെയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് വീടുകളിൽ മാത്രമല്ല നമുക്കൊരു സോപ്പ് ഫോമിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൈയും ഹാൻഡ് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 99.9999% നമ്മൾ വൈറസ് ഫ്രീ ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല ഏറ്റവും അധികം ഓഫർ ചെയ്യുന്ന ഒരു തവണ നമ്മളെ വീട്ടിൽ കംപ്ലീറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 ദിവസം വരെ ഡിസിൻഫെക്റ്റന്റ് നമുക്ക് ആക്കാൻ പറ്റും. അത് മാത്രമല്ല വൈറസിൽ നിന്നൊരു വലിയ രക്ഷയായിരിക്കും നമുക്ക് ഉണ്ടാവുക. സപ്പോസ് ഇപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ക്വാറന്റൈനിൽ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ക്വാറന്റൈൻ പീരീഡിൽ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടും ഈ ക്വാറന്റൈനിൽ ഇരുന്ന ഏരിയ ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും ഈ ഒരു വൈറൽ ഓക്സി നമ്മൾ യൂസ് ചെയ്യാണ് വേണ്ടത്. സോ 15 ഡേയ്സ് നമുക്ക് ഉറപ്പായിട്ടും അതായത് ഒരു ജേംസിൽ നിന്നോ വൈറസിൽ നിന്നോ ഒരു അറ്റാക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു അഷ്യൂരിറ്റി നമുക്ക് ഉണ്ടായിരിക്കും. പിന്നെ 15 ഡേയ്സിന് ശേഷം മാത്രമാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സാഷേസും അവൈലബിൾ ആണ്. ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആൽക്കഹോളിക് ഫ്രീ ആണ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഒരു തരി പോലും ആൽക്കഹോളിക് കണ്ടന്റും ഇല്ല. അപ്പോൾ വൈറൽ ഓക്സി നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലാണെങ്കിലും സാനിറ്റൈസ് ചെയ്യാനൊക്കെ ഇന്നത്തെ ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ വൈറസ് അറ്റാക്കിനെ പേടിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയായിരിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ സമയം ഇവിടെ തീരെയാണ്, അതായത് നമ്മുടെ എപ്പിസോഡിന്റെ. അപ്പൊ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ we are saying bye from Star Magic, co-powered by Eastern, Yamaha, Ulsav, Bonanza and Oreo. Good night.